അത് ഈ നമ്മുടെ നെൽകൃഷി കഴിഞ്ഞ് വിളവെടുപ്പ് കഴിഞ്ഞ് നെല്ലെല്ലാം ഉണക്കി പത്തായത്തിലിട്ട് എല്ലാ കാര്യങ്ങളും ബാക്കിയെല്ലാം കൃത്യമായി അവസാനിക്കുന്ന ഘട്ടത്തിലാണ് തുറുവിലേക്ക് പോകുന്നത്. അത് രാവിലെ തുടങ്ങിയാൽ അതിരാവിലെ തുടങ്ങിയാൽ ഒരു പക്ഷേ ഒരു 2 മണി 2:30 3 മണി ആകുമ്പോഴത്തേക്ക് ഇത് തീരത്തുള്ളൂ. അതാണ് അതിൻ്റെ കണക്ക്. അത് ചെയ്യുന്നത് അയൽപക്കക്കാരെല്ലാം കൂടി ചേർന്നതാണ്. അല്ലാതെ അതിന് ബംഗാളികളെ വിളിച്ചിരുന്നില്ല, തന്നെയുമല്ല കൂലി കൊടുത്തല്ല അത് മിക്കപ്പോഴും ചെയ്തിരുന്നത്. അതൊരു ഉത്സവമായിരുന്നു. അത് അതിരാവിലെ തുടങ്ങിയാൽ ഒരു പക്ഷേ ഒരു 2 മണി 2:30 3 മണി ആകുമ്പോഴത്തേക്ക് ഇത് തീരത്തുള്ളൂ. അതാണ് അതിൻ്റെ കണക്ക്. അത് ചെയ്യുന്നത് അയൽപക്കക്കാരെല്ലാം കൂടി ചേർന്നതാണ്. അല്ലാതെ അതിന് ബംഗാളികളെ വിളിച്ചിരുന്നില്ല, തന്നെയുമല്ല കൂലി കൊടുത്തല്ല അത് മിക്കപ്പോഴും ചെയ്തിരുന്നത്. അതൊരു ഉത്സവമായിരുന്നു. കേരളത്തിൽ ഓരോ പ്രദേശത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്, പ്രാമാണികതകളുണ്ട്. ഇപ്പം അങ്ങനെ ഒരുപാട് പ്രത്യേകതകളും സവിശേഷതകളും ഉള്ള ഒരു നാടാണ് ഓണാട്ടുകര. അപ്പോൾ ഓണാട്ടുകരയിലെ ഭാഷയ്ക്ക് പ്രത്യേകതയുണ്ട്. അപ്പം പലരും പറയും ഓണാട്ടുകര ഭാഷയാണ് ശരിയായ ഭാഷയെന്ന് പറയും. അതുപോലെ തന്നെ ഓണാട്ടുകരയിലെ ഭക്ഷണത്തിനൊരു സംസ്കാരമുണ്ട്. ഓണാട്ടുകരയിലെ കൃഷിക്കൊരു രീതിയും സമ്പ്രദായവുമുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരുപാട് സവിശേഷതകളുടെ ഒരു സമന്വയമാണ് ശരിക്കും ഓണാട്ടുകര എന്ന് പറയുന്ന പ്രദേശം. അവിടെ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു വലിയ പ്രത്യേകത, അത് പറയാതിരിക്കാൻ വയ്യ, ഓണാട്ടുകര സദ്യ. ഈ തൂശനരിയിൽ സദ്യ വിളമ്പുക എന്നൊക്കെ പറയുന്ന എല്ലായിടത്തും ഓണസദ്യ ആയാലും അങ്ങനെയുള്ള സദ്യ, വിവാഹ സദ്യ, അങ്ങനെ എല്ലാം സദ്യയെക്കുറിച്ച് മലയാളിയോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഓണാട്ടുകരയിൽ ഇതൊന്നുമല്ലാത്ത ചില സദ്യകളുണ്ട്. അതായത് മറ്റെങ്ങും ഒരുപക്ഷെ പ്രചാരത്തിലില്ലാത്ത ഒരു സദ്യയാണത്. അതിലൊന്ന് ഈ തുറുവിടൽ സദ്യ. ഈ 2 പൂവ് നെല്ലും 1 പൂവ് എള്ളും കൃഷി ചെയ്യുന്ന നെൽപ്പാടങ്ങളായിരുന്നു ഓണാട്ടുകരയുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. വിരിപ്പും മുണ്ടകനും നെല്ല് കൃഷി ചെയ്യുക, 3-ാം വിളയായി എള്ള് കൃഷി ചെയ്യുക. ഈ നെൽകൃഷി വിളവെടുക്കുന്ന സമയത്ത് അതിൻ്റെ തുറുവൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, തുറു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിൽ എല്ലാവർക്കും മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. കന്നുകാലികൾക്ക് കൊടുക്കുവാൻ വേണ്ടി വൈക്കോല് നമ്മൾ ഏതെങ്കിലും ഒരു മരത്തിലോ അല്ലെങ്കിൽ ഒരു തൂണ് നാട്ടിയിട്ട് അതിലോ ഒരു വർഷത്തേക്ക് സംഭരിച്ച് സൂക്ഷിച്ച് വയ്ക്കും. അതിന് തുറു എന്നാണ് പറയുന്നത്. അത് തുറു ഇടുക എന്ന് പറയുന്നത് വളരെ ജാഗ്രതയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം വളരെ കൃത്യമായി അത് ചവിട്ടി കൊള്ളിച്ച് കൃത്യമായി അത് ചുറ്റോട് ചുറ്റും അതിന് പക്കിട്ട് ചെയ്തില്ലെങ്കിൽ വെള്ളമിറങ്ങും, അത് ഉപയോഗിക്കാൻ പറ്റില്ല, അത് നീറിപ്പോവും. അപ്പോൾ അത് വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഒന്നാണ്. അപ്പോൾ അങ്ങനെ തുറു ഇടുമ്പോൾ അത് ഈ നമ്മുടെ നെൽകൃഷി കഴിഞ്ഞ് വിളവെടുപ്പ് കഴിഞ്ഞ് നെല്ലെല്ലാം ഉണക്കി പത്തായത്തിലിട്ട് എല്ലാ കാര്യങ്ങളും ബാക്കിയെല്ലാം കൃത്യമായി അവസാനിക്കുന്ന ഘട്ടത്തിലാണ് തുറുവിലേക്ക് പോകുന്നത്. അപ്പോൾ വൈക്കോൽ തുറുവിടുന്നതോടുകൂടിയാണ് ഒരു കൊയ്ത്തുമതി കാലത്തിൻ്റെ സമാപ്തിയാകുന്നത്. അതോടുകൂടി കൊയ്ത്തുമതി അവസാനിക്കുകയാണ്. അപ്പം തുറുവിടുന്ന ദിവസം അതൊരു ഈ കച്ചി ചിക്കി ഉണക്കിയത് ചെറിയ കെട്ടുകളാക്കി മാറ്റുക, അത് തുറുവിൻ്റെ മേളിലേക്ക് എറിഞ്ഞു കൊടുക്കുക, അതിനൊരു പ്രത്യേക സംവിധാനം തന്നെയുണ്ട്. ഇതെല്ലാം ചെയ്തു കഴിയുമ്പോൾ ഇത് ഒരുപാട് കർഷക തൊഴിലാളികളും വീട്ടുകാരും എല്ലാം കൂടി ചേർന്ന് ചെയ്യുന്ന ഒരു കൂട്ടായ ഒരു യജ്ഞമാണത്. എല്ലാവരും അതിൽ പങ്കാളികളാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ പങ്കുണ്ടതിൽ. ഈ സമയത്ത് വീട്ടിൽ അടുക്കളയിൽ വീട്ടമ്മമാരുടെ ഒരു ജോലിയുണ്ട്. എന്നാൽ ഈ കൂട്ടുകുടുംബ സംവിധാനത്തിൽ അന്ന് ധാരാളമായിട്ട് വീട്ടിൽ ആളുകളുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളുണ്ട്. അവരെല്ലാം കൂടി ചേർന്ന് ഈ തുറുവിടുന്ന ദിവസം ഭക്ഷണം തയ്യാറാക്കും. അതെന്ന് വെച്ചാൽ അത് വിഭവങ്ങളെല്ലാം കാണണമെന്നില്ല, പക്ഷേ ആ ഉള്ള വിഭവങ്ങൾ, അപ്പോൾ അതിനകത്തിൽ ഒരുപക്ഷെ കപ്പ കാണാം, അല്ലെങ്കിൽ ചക്കപ്പുഴുക്ക് കാണാം, ചോറ്, മത്സ്യം, അങ്ങനെ എല്ലാം കൂടി അവിയൽ, ഓണാട്ടുകര അവിയൽ, അതിന് തന്നെ ഒരു തനിമയുണ്ട്. ഇത് തോരൻ, അത് ഇടിച്ചക്ക തോരനായിരിക്കും. ഇതെല്ലാം കൂടി ചേർന്ന് ഭക്ഷണം തയ്യാറാക്കിയിട്ട് ഈ തുറുവിടൽ കഴിഞ്ഞ് കുളിച്ച് എല്ലാവരും ശരിയായി നമ്മുടെ ജോലി തീർന്നു കഴിഞ്ഞാൽ വീട്ടിൻ്റെ മുറ്റത്ത് ചിക്കുപായ വിരിക്കും. വലിയ ചിക്കുപായ വിരിച്ചിട്ട് അതിൽ നിരനിരയായി പന്തിയായിട്ടിരിക്കും. ഇത് ഇരുന്നിട്ടാണ് ഓരോരുത്തർക്കും ഇലയിട്ട് ഭക്ഷണം വിളമ്പുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പന്തി ഭോജനമായിരുന്നു. അതിനകത്ത് അവിടെ ജാതിയില്ല, മതമില്ല. ഈ ജോലിക്കാരും വീട്ടുകാരും എല്ലാവരും കൂടി ഇടകലർന്നാണ് ഇരിക്കുന്നത്, എല്ലാവരും ചേർന്നാണ് അത് കഴിക്കുന്നത്. അതൊരു ഉത്സവമായിരുന്നു. ഇപ്പോഴും ഒരു കൊയ്ത്തുമതി കാലത്തിൻ്റെ വലിയ
എന്താ പറയുന്നത്, ഒരു അനുരണനങ്ങൾ മനസ്സിൽ വല്ലാതെ നിൽക്കുമ്പോൾ അത് ഓർമ്മയിലെ ഒരു നന്മയായി ഈ തുറുവിടൽ സദ്യ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ, എൻ്റെയൊക്കെ മനസ്സിൽ അത് ഒരു ഇന്നും ജീവിക്കുന്നു, ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണത്. ആ ഒരുമിച്ചിരുന്നേക്കുന്നത്, ഒരുമിച്ച് പോയി കുളിച്ചു വന്നിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ. അത് മാത്രമല്ല, അതിൻ്റെ ഒരു സന്തോഷം, അതൊരു അയൽപക്ക ബന്ധം കൂടിയായിരുന്നു. അപ്പോൾ അത് ഒരു സദ്യ. ഞാൻ അൻസി. മോഡലിംഗ് പണ്ടേ എനിക്കൊരു പാഷനായിരുന്നു. പക്ഷേ എൻ്റെ ബോഡി ഫിഗർ അതിന് പറ്റിയതാണോ എന്നോർത്ത് ഞാൻ വല്ലാണ്ട് വിഷമിച്ചിരുന്നു. അപ്പോഴാണ് മരുത്വ പഞ്ചജീരകഗുഡത്തെക്കുറിച്ച് അറിഞ്ഞതും അനുഭവസ്ഥർ പറഞ്ഞറിഞ്ഞത്. ഞാൻ കഴിച്ചു, എനിക്ക് നല്ല ചേഞ്ച് ഉണ്ടായി, എൻ്റെ ബോഡി നല്ല ഷേപ്പായി, എൻ്റെ കളർ ടോൺ ഇമ്പ്രൂവ് ആയി. എനിക്ക് നല്ലൊരു മാജിക്കൽ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു മരുത്വ പഞ്ചജീരകഗുഡം. രണ്ടാമത് കുളംവെട്ട് സദ്യ. ഈ കുളംവെട്ട് സദ്യ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ തുറുവിടൽ സദ്യ പോലെ തന്നെയാണ്. ഈ മിക്കവാറും ഓണാട്ടുകരയുടെ ഒരു വലിയ പ്രത്യേകതയായിരുന്നു, ഓരോ വീടുകളിലും 2-3 കുളങ്ങളുണ്ടാകും. കുളങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ വിശാലമായ കുളങ്ങളല്ല, ചെറിയ കുളങ്ങൾ. അത് ഒരു ജലസംഭരണിയാണ് ശരിക്കും പറഞ്ഞാൽ. അതിനകത്തിൽ പശുവിനെ കുളിപ്പിക്കുവാൻ, അന്ന് എല്ലാ വീടുകളിലും എരുത്തിൽ പശു ഉണ്ടായിരുന്നു. പശുവിനെ കുളിപ്പിക്കുവാൻ ഒരു കുളം, ഓല കുതിർക്കുവാനൊരു കുളം. എന്ന് വെച്ചാൽ ഈ വീട് ഇന്നത്തെ പോലെ കോൺക്രീറ്റ് ചെയ്തല്ലോ, വീട് കെട്ടി മേയുകയാണ്, ഓല മേയുകയാണ്. ആ ഓല മെടഞ്ഞെടുക്കുന്നതിന് മുമ്പായിട്ട് ഓല കുതിർക്കാൻ വേണ്ടിയുള്ള കുളം. ആ കുളത്തിൽ തന്നെയാണ് പശുവിനെ കുളിപ്പിക്കുന്നത്, കന്നുകാലികളെ കുളിപ്പിക്കുവാനുള്ള കുളം, പിന്നെ വീട്ടിലുള്ളവർക്ക് കുളിക്കുവാൻ ഉള്ള കുളം. ഇങ്ങനെ ഒരു വീട്ടിൽ തന്നെ 3-4 കുളങ്ങൾ അന്നത്തെ ഓണാട്ടുകരയുടെ ഏറ്റവും വലിയ ഒരു സാക്ഷ്യമായിരുന്നത്. ഈ കുളങ്ങൾ വർഷത്തിലൊരിക്കൽ വെട്ടി വൃത്തിയാക്കും. കാരണം ഈ 4 വശത്തു നിന്നും മഴക്കാലത്ത് മണ്ണൊക്കെ ഊർന്നു വന്നിട്ട് കുളം നെകരും. മാത്രമല്ല, കുളത്തിൻ്റെ പടവുകൾ ഇടയും, ആകെ ഒരു പടവേ കാണത്തുള്ളൂ, അതൊക്കെ ഇടിയും, ആ കടവ് വൃത്തികേടാവും. ഇതെല്ലാം കൂടി ഒരു വേനൽക്കാലത്ത്, അതായത് കുംഭം മീന മാസമാണ് നമുക്ക് കുളം വെട്ടിന് ഏറ്റവും അനുയോജ്യമായ സമയം. അപ്പം വെള്ളം പരമാവധി കുറയുന്ന സമയമാണ്. ഈ സമയത്ത് കുളത്തിലിറങ്ങി കുളത്തിലെ മണ്ണെല്ലാം ഈ ഉട്ടിത്തൂമ്പായൊക്കെ കൊണ്ട് വാരി മാറ്റി, അത് ശരിക്കും തനിത്തൂമ്പ കൊണ്ട് 4 വശവും വെട്ടി ഉറപ്പിച്ച് മണ്ണിൻ്റെ, അതായത് മണ്ണ് മൂടിക്കിടക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തെ മാറ്റി കുറച്ചുകൂടി ആഴം കൂട്ടി സൈഡിലൊക്കെ വളർന്നു നിൽക്കുന്ന പുല്ലുമെല്ലാം മാറ്റി പടവ് ശരിയാക്കി കടവൊരുക്കി ഒക്കെയാണ് നമ്മൾ കയറുന്നത്. ഇതൊരു ദിവസത്തെ ജോലിയാണ് ശരിക്കും. അതിരാവിലെ തുടങ്ങിയാൽ ഒരു പക്ഷേ ഒരു 2 മണി 2:30-3 മണി ആകുമ്പോഴത്തേക്ക് ഇത് തീരത്തുള്ളൂ. അതാണ് അതിൻ്റെ കണക്ക്. അത് ചെയ്യുന്നത് അയൽപക്കക്കാരെല്ലാം കൂടി ചേർന്നെയാണ്. അല്ലാതെ അതിന് ബംഗാളികളെ വിളിച്ചിരുന്നില്ല, തന്നെയുമല്ല കൂലി കൊടുത്തല്ല അത് മിക്കപ്പോഴും ചെയ്തിരുന്നത്. അതൊരു ഉത്സാഹമായിരുന്നു. ആളുകളുടെ ഒരു, ശരിക്കും പറഞ്ഞാൽ അയൽപക്ക കൂട്ടായ്മയുടെ ഏറ്റവും വലിയ നിദർശനമായിരുന്നു കുളംവെട്ട്. ഈ കുളംവെട്ട് കഴിയുമ്പോൾ അത് വലിയ അധ്വാനമാണ്. ഈ ഒരുമയുടെ സംഗീതമുള്ളത് കൊണ്ട് ആ അധ്വാനത്തിൻ്റെ ഭാരം ആരും അറിയില്ല, എല്ലാവരും കൂടി ചേർന്ന് ചെയ്യുമ്പോൾ. അപ്പോൾ അതിനിടെ ഈ പാട്ടുണ്ട്, അറിയാവുന്നൊരു നാടൻ പാട്ട് പാടും, ഇതെല്ലാം ചേർന്ന് ഉള്ള ഒരു സമന്വയം അതിനുണ്ട്. അത് കഴിയുമ്പോൾ കുളിച്ചിട്ട് എല്ലാവരും കൂടി നേരത്തെ പറഞ്ഞതുപോലെ ഈ ചിക്കുപായ വിരിച്ചിട്ട്, മുറ്റത്ത് ചിക്കുപായ വിരിച്ചിരുന്ന് തൂശനിലയിൽ ചോറ് വിളമ്പി, അത് ഈ കാറ്ററിംഗുകാരെ ഏൽപ്പിക്കുന്ന ഭക്ഷണമല്ല, അടുക്കളയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ്. അമ്മയുടെ കൈപുണ്യമുള്ള ഭക്ഷണമാണ്, വീട്ടിലെ അമ്മമാർ തയ്യാറാക്കുന്ന ഭക്ഷണം. ആ ഭക്ഷണം, അതിന് ഒരു കൈപുണ്യമുള്ള ഭക്ഷണം, രുചിദായകമായ ഭക്ഷണം, ആ ഭക്ഷണം കഴിച്ചിട്ടാണ് എല്ലാവരും പിരിയുന്നത്. അവിടെ അത് കഴിക്കുമ്പോൾ, ഇരുന്ന് കഴിക്കുമ്പോൾ, ഒരുമിച്ചിരിക്കുമ്പോഴുള്ള ഒരു ഉത്സാഹമുണ്ട്. അവിടെ യാതൊരു വേറുകൃത്യവുമില്ല, വ്യത്യാസവുമില്ല. എല്ലാവരും ഒന്നാണെന്നുള്ള ഒരു ഒരുമയുടെ തോന്നൽ കൂടി അവിടെ ഉണ്ടാകുകയാണ്. ആ ഭക്ഷണം ശരിക്കും പറഞ്ഞാൽ അത് ഒരു അക്ഷരാർത്ഥത്തിൽ പന്തിഭോജനമാണ്. വീട്ടിലെ കുട്ടികൾ പോലും അതിൽ പങ്കുചേരും. എല്ലാവരും ഇരുന്ന് കഴിച്ച് സസന്തോഷമാണ് ഈ കുളംവെട്ട് കഴിഞ്ഞ് എല്ലാവരും 4 വശത്തേക്കും പിരിയുന്നത്. ആരും പണം വാങ്ങി ചെയ്തിരുന്നില്ല, അധ്വാനം പങ്കുവയ്ക്കുകയായിരുന്നു അവിടെ. ആ സദ്യയ്ക്ക് പോലും അതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു മഹനീയതയുണ്ടായിരുന്നു, ഒരു മഹത്വം ഉണ്ടായിരുന്നു. വെറുതെ വയറ് നിറച്ച് പോവുകയല്ല, ആമാശയം നിറയ്ക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ വയറ് നിറയ്ക്കുവാൻ വേണ്ടി ഉള്ള ഒരു ഭക്ഷണമല്ല ആയിരുന്നില്ല. അത് സന്തോഷത്തിൻ്റെ, സംതൃപ്തിയുടെ വലിയൊരു എന്താ പറയുന്നത്, അത് നമുക്ക് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ആളുകളുടെ മുഖത്ത് നിന്ന് അത് വായിച്ചെടുക്കാം, അതിൻ്റെ ഒരു നന്മ. ഞാൻ അൻസി. മോഡലിംഗ് പണ്ടേ എനിക്കൊരു പാഷനായിരുന്നു. പക്ഷേ എൻ്റെ ബോഡി ഫിഗർ അതിന് പറ്റിയതാണോ എന്നോർത്ത് ഞാൻ വല്ലാണ്ട് വിഷമിച്ചിരുന്നു. അപ്പോഴാണ് മരുത്വ പഞ്ചജീരകഗുഡത്തെക്കുറിച്ച് അറിഞ്ഞതും അനുഭവസ്ഥർ പറഞ്ഞറിഞ്ഞത്.
ഞാൻ കഴിച്ചു, എനിക്ക് നല്ല ചേഞ്ച് ഉണ്ടായി, എൻ്റെ ബോഡി നല്ല ഷേപ്പായി, എൻ്റെ കളർ ടോൺ ഇമ്പ്രൂവ് ആയി. എനിക്ക് നല്ലൊരു മാജിക്കൽ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു മരുത്വ പഞ്ചജീരകഗുഡം. കിണറിറക്കൽ സദ്യ എന്ന് പറയുന്നത് കിണറിറക്കൽ സദ്യയും പുരമേച്ചിൽ സദ്യയും ഒരുമിച്ച് നമുക്ക് പറയാവുന്നതാണ്. ഇത് രണ്ടും വീടുമായി ചേർന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അന്ന് എല്ലാ വീടുകളും 100% ഓലമേഞ്ഞ വീടുകളാണ്. ഇപ്പം ഇന്നാണല്ലോ നമുക്ക് ഓലമേഞ്ഞ വീടുകൾ കൗതുകമാണ് പലയിടത്തും. അത് ചില വലിയ ഹോട്ടലുകളിൽ ചില ആളുകൾക്ക് ഒരുമിച്ച് കൂടിയിരിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൗതുക കാഴ്ചയാണത്. അന്ന് അങ്ങനെയായിരുന്നില്ല. അന്ന് ജീവിത കാഴ്ചയായിരുന്നു ഇന്നത്തെ കൗതുക കാഴ്ച. അപ്പോൾ അവിടെ ഈ വർഷത്തിലൊരിക്കൽ ഈ വീട് ഓല മേയുക എന്ന് പറഞ്ഞാൽ അതൊരു അധ്വാനമാണ്. കാരണം അത് ഈ വിവസ്ത്രയായി നിൽക്കുന്ന വീട് കാണുക എന്ന് പറയുന്നതിന് ഓലയെല്ലാം മാറ്റിയിട്ട് ആ വീട് ഇങ്ങനെ പട്ടിയിൽ മാത്രം ഇങ്ങനെ നിഴലിച്ച് നിൽക്കുന്ന അതിൻ്റെ ഒരു അവസ്ഥ കാണുന്നത് പോലും നമുക്ക് ഒരു പ്രത്യേകതയാണ്. ആ ഒരു അടിയിലൊരു പഴയ ഓലയിലെ നല്ല ഓലയും മുകളിൽ പുതിയ ഓലയും ഇട്ടാണ് 2 ഓല വെച്ചാണ് വിരിയുന്നത്. അതിന് കെട്ടുന്നാര് കെട്ടുക, കുറേയേറെ കാര്യങ്ങൾ അതിന് മുന്നൊരുക്കമായിട്ടുണ്ട്. അതിൻ്റെ മുകൾ വശം അടിച്ച് വൃത്തിയാക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഓല മേഞ്ഞു തുടങ്ങുന്നത്. ഈ ഓല മേച്ചിൽ എന്ന് പറയുന്നത് അത് ശരിക്കും വളരെ എന്താ പറയുന്നത്, ഒരു നൈപുണ്യം ആവശ്യമായ ജോലിയാണ്. പ്രത്യേകിച്ച് മേള് കൂട്ടുക, മൂല കൂട്ടുക എന്നൊക്കെ പറയുന്നത്. അത് കുത്തുപോലുണ്ട് ഏറ്റവും മേളിൽ, അത് പറന്നു പോകാതെ ചെയ്യുക, അതിൻ്റെ വാരി അരിയുക, ഇങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ചെയ്യാനുമുണ്ട്. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നവോദയെ പോലെയാവും ഒരു വീട്. എന്തൊരു സുന്ദരമായ ഒരു കാഴ്ചയാണ്. ഈ ഓല മേഞ്ഞ് കഴിയുമ്പോഴും ഇതുപോലെയാണ്. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഓലമേച്ചിൽ കഴിയുമ്പോൾ മുറ്റത്ത് ചിക്കുവായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കും. ആ ഭക്ഷണവും വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണമാണ്, നാടൻ ഭക്ഷണം. ഇപ്പം വീട്ടിലൂണ് എന്നാണ് പലയിടത്തും ഹോട്ടലിൻ്റെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് വെറുതെ എഴുതി വയ്ക്കുകയല്ല, ഇത് പ്രാവർത്തികമാക്കുന്നതാണ്. സ്വന്തം അടുക്കളയിൽ അമ്മയും സ്ത്രീകളെല്ലാം കൂടി ചേർന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണം വളരെ സ്വാദിഷ്ടമായിട്ട് വിളമ്പി, അത് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന ഒരു രീതിയിൽ എല്ലാവരും ചേർന്ന് കഴിച്ചിട്ട് ഒരുമിച്ച് പിരിയുക. ഒരാൾ പോലും ശമ്പളം വാങ്ങി, അതായത് കൂലിക്ക് ജോലി എന്ന് പറയുന്ന ഒരു ഏർപ്പാടായിരുന്നില്ല അത് ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഒരു ഹൃദയത്തിൻ്റെ പങ്കുവയ്ക്കൽ, അധ്വാനത്തിൻ്റെ പങ്കുവയ്ക്കൽ, സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കലായിരുന്നു അവിടെ നടന്നിരുന്നത്. ആരും പണം കൊടുത്തായിരുന്നില്ല. ഇപ്പം ഇന്ന് എൻ്റെ വീട് മേഞ്ഞുവെങ്കിൽ നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം തൊട്ടടുത്ത വീട് മേയുന്നു. ഇതെല്ലാവരും കൂടി ചേർന്ന് ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി എന്ന സഹകരണ തത്വമാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ യാഥാർത്ഥ്യമാകുന്നത്. അങ്ങനെയായിരുന്നു അത്. അതിന് ഏറ്റവും മനസ്സിൽ തട്ടി നിൽക്കുന്ന ഒരു രംഗമാണ് ഈ പുരമേച്ചിൽ കഴിഞ്ഞുള്ള ഭക്ഷണം, കൂട്ടായ ഭക്ഷണം, ഒരുമയുള്ള ഭക്ഷണം, ഒരുമിച്ചിരുന്നുള്ള ഭക്ഷണം കഴിക്കൽ. അതുപോലെ തന്നെയാണ് ഈ നമ്മുടെ വീടുകളിലെ അന്ന് മിക്കവാറും എല്ലാ വീട്ടിലും നമുക്ക് കിണറുണ്ട്. ഇന്നത്തെ പോലെ പൈപ്പല്ല, എല്ലാ വീട്ടിലും കിണറിൽ നിന്ന്, തൊട്ടിയിൽ നിന്ന് വെള്ളം കോരി തന്നെയാണ്. തൊട്ടി വരുന്നതിന് മുമ്പ് പാള കൂട്ടി വെള്ളം കോരുമായിരുന്നു, കമുകിൻ്റെ പാള. അതിൽ നിന്നാണ് നമ്മൾ തൊട്ടിയിലേക്ക് പോയത്. അപ്പോൾ അന്ന് വർഷത്തിലൊരിക്കൽ ഈ കിണർ കോരി അറച്ച് വൃത്തിയാക്കും. അതിൻ്റെ അരിഞ്ഞാണമെല്ലാം കഴുകി വൃത്തിയാക്കി അതിനകത്ത് അടിയിലത്തെ നല്ല ഉറവക്കണ്ണികളെല്ലാം തെളിച്ച് അതിനകത്തിൽ ചെളിയുമെല്ലാം വാരി മാറ്റി, അത് ശുദ്ധവൃത്തി എന്ന് പറയുന്നത് കിണറിൻ്റെ കാര്യത്തിലാണ് ഏറ്റവും പരമപ്രാധാന്യം നൽകിയിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അതിനകത്തിൽ 2-3 ചിരട്ട കത്തിച്ച് അതിൻ്റെ ചിരട്ടക്കരി അതിനകത്തിലിടും, ശകലം ഉപ്പ്, ശകലം മഞ്ഞൾ, ഇതൊക്കെ കൂടി ഇട്ട് അതിൻ്റെ കിണർ ഇറച്ചി കഴിഞ്ഞുള്ള ഒരു പ്രവൃത്തിയാണ് ഈ 2-3 കാര്യങ്ങൾ. ഇതുകൂടെ കഴിയുമ്പോൾ സമ്പൂർണ്ണമായി കിണർ ഇറക്കൽ. എന്നിട്ട് എല്ലാവരും കൂടി കിണർ ഇറച്ചവരെല്ലാം കൂടി ഒരുമിച്ചിരുന്ന് നേരത്തെ പറഞ്ഞ പോലെ ഈ പുരമേച്ചിൽ പോലെ തന്നെ ഭക്ഷണം കഴിക്കും. അതും വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഭക്ഷണമാണ്. അത് ഈ കിണർ ഇറക്കുന്നതിനും ആരും ശമ്പളം വാങ്ങിയല്ല ചെയ്തിരുന്നത്. ഇങ്ങനെ അധ്വാനം പങ്കുവയ്ക്കുന്ന, അല്ലെങ്കിൽ കായികാധ്വാനം പരസ്പരം പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു വലിയ ആത്മബന്ധം, ഒരു ജീവിത ബന്ധം, അതൊരു ജീവിതഗന്ധിയായ ബന്ധമായിരുന്നു. അയൽപക്കങ്ങൾ തമ്മിലുള്ള വലിയ മാനസിക ചേർച്ചയായിരുന്നു. ആ ഒരു അടുപ്പം ജീവിതത്തിലുടനീളം സൃഷ്ടിച്ചിരുന്നു. അവിടെ ഈ ഭക്ഷണം അതിന് ഒരു മേമ്പൊടിയായിരുന്നു. ഈ ഭക്ഷണത്തോടു കൂടിയാണ് ഈ പ്രവൃത്തികളെല്ലാം പരിസമാപ്തിയിലെത്തുന്നത്. അപ്പോൾ ഭക്ഷണം കഴിച്ച് പിരിയുമ്പോൾ അത് കുറച്ചുകൂടി ഒരു ആത്മസംതൃപ്തിയിലേക്കും കുറച്ചുകൂടി ഒരു എന്താ പറയുന്നത്, ഒരു ഇഴയടുപ്പത്തിലേക്കും അത് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ
കേരളത്തിൽ ഒരുപക്ഷെ മറ്റ് പലയിടത്തും ഇതുപോലെയുള്ള സദ്യവട്ടങ്ങൾ ഉണ്ടാകും. പക്ഷേ അത് ഒരു പണത്തൂക്കം മുന്നിലായിരുന്നു ഇവിടുത്തെ ആ കൂട്ടായ്മയും ഓണാട്ടുകരയിലെ ആ ഒരുമയും അതിനകത്തിൽ പ്രകടമായിരുന്നു.